അങ്ങനെ ഒരു വലിയ പൊളിറ്റിക്കലി ക്രൈസിസ് പോയിന്റിൽ നിൽക്കുന്ന UDF എന്ന നിലയിൽ താങ്കൾ പറഞ്ഞു ആ ഒരു വലിയ മുൻതൂക്കം ഉണ്ടായിരുന്നതുമൊക്കെ UDFന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ശരിയാണ്. ഡീലിമിറ്റേഷന് ശേഷം 2009 മുതൽ അതും സംഭവിച്ചിട്ടുണ്ട്. ആ മണ്ഡലത്തിലെ 2 പഞ്ചായത്തുകൾ, UDF സ്വാധീനമുള്ള 2 പഞ്ചായത്തുകൾ ആ മണ്ഡലത്തിൻ്റെ ഭാഗമല്ലാതായി. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് വന്ന 11-ൽ ആര്യാടൻ്റെ ചെറിയ ഭൂരിപക്ഷത്തിനുള്ള വിജയം, 16-ൽ LDFൻ്റെ നേട്ടം, 21-ൽ വേറൊന്നുകൂടി വേണമെങ്കിൽ യുക്തിസഹമായി ആലോചിച്ചാൽ അനിൽകുമാറിന് തന്നെ അറിയാമല്ലോ, 21-ൽ കേരളമാകെ ഒരു ഇടതു തരംഗമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ തുടർ ഭരണത്തിലേക്ക് തന്നെ വരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ പക്ഷേ നിലമ്പൂരിൽ ഒരു ഭരണവിരുദ്ധ വികാരം ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് നേരെ ഉണ്ടായിരുന്നില്ലേ? അതിനു മുമ്പ് MLA ആയിരുന്നയാൾ ഇടക്കാലത്ത് ആ പരിപാടിയൊക്കെ ഉപേക്ഷിച്ച് ആഫ്രിക്കയിലേക്ക് പോയ സാഹചര്യം, തിരിച്ചു വന്ന് മത്സരിക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസ് ആകട്ടെ VV പ്രകാശിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. ആര്യാടൻ ഷൗക്കത്തിനെ മാറ്റി നിർത്തി വലിയ മത്സരത്തിൽ പോലും ഒരു മണ്ഡലം പിടിക്കാൻ കഴിയുന്ന നിലയിലേക്ക് കോൺഗ്രസ് ഇന്നത്തേക്കാൾ ആത്മവിശ്വാസത്തോടെ എന്ന് വേണമെങ്കിൽ പറയാം വിധത്തിൽ പ്രകാശ് മത്സരിച്ചിട്ടും 2000-ൽ പരം വോട്ടിന് LDF ജയിച്ചു എന്ന് പറഞ്ഞത് താങ്കൾ പറഞ്ഞ പോലെ UDFൻ്റെ ആധിപത്യം അവിടെ ദുർബലമായതിൻ്റെ ലക്ഷണമാണ്. പക്ഷേ ലീഗും കോൺഗ്രസും അവർ ചെന്നുപെട്ടിരിക്കുന്ന രാഷ്ട്രീയ ആഘാതത്തെ മറികടക്കാൻ മറ്റെല്ലാം മാറ്റിവെച്ച് ഒന്നിച്ചു നിൽക്കാൻ തീരുമാനിച്ച KM ഷാജി പറഞ്ഞ പോലെ ഷൗക്കത്തിൻ്റെ മേന്മ എന്താണ് എന്ന് ചോദിച്ചാൽ UDF സ്ഥാനാർത്ഥിയാണ് എന്നത് മാത്രമാണ് മേന്മ എന്ന് ശ്രീ അനിൽകുമാർ ഷാജി പറഞ്ഞതുപോലെ എല്ലാം മാറ്റിവെച്ചവർ ഒന്നിച്ചു നിന്നാൽ, വോട്ടുകൾ ഭിന്നിക്കാതിരുന്നാൽ, അവിടെയാണ് എൻ്റെ ചോദ്യം. ഒന്ന് പ്രതികരിച്ചിട്ട് ഞാൻ റോണിയിലേക്ക് വരാം. അതെ, രാഷ്ട്രീയത്തിലെ ഗണിതശാസ്ത്രം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും മനസ്സിലാക്കുന്ന പോലെ അത് 1+1 2 അല്ല. നിങ്ങൾ ശുദ്ധമായ രാഷ്ട്രീയമാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അത് ശതഗുണീഭവിക്കും, പല മടങ്ങ് വലുതാവും. ഇപ്പോൾ എന്താണ് ഇടതുപക്ഷത്തിനെതിരെ പറഞ്ഞ നുണകളൊന്നും അവിടെ ചിലവാകാതിരുന്നത്? ആ ക്യാമ്പയിൻ വേദിയിൽ AI ക്യാമറ നിങ്ങൾ കേട്ടോ? അഴിമതി ക്യാമറ എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞോ? ഇല്ല. എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിന് പറയാനായില്ല? എന്തുകൊണ്ട് K-ഫോൺ അഴിമതി എന്നൊരു വാക്ക് അദ്ദേഹം പറയാനായില്ല? ഈ മന്ത്രിസഭയിലെ ഏതെങ്കിലും ഒരു മന്ത്രി കളങ്കപ്പെട്ടു എന്ന് അദ്ദേഹത്തിന് പറയാനായോ? ഞാൻ കണ്ടൊരു രസകരമായൊരു കാര്യം, മുഖ്യമന്ത്രിക്കെതിരായും മകൾക്കെതിരായിട്ടും ഇവിടുത്തെ അച്ചടി മാധ്യമങ്ങളിൽ വന്ന പച്ച നുണകളെല്ലാം കൂടെ ഏച്ച് കെട്ടിയൊരു സാധനം ഉണ്ടാക്കിയ പത്രം, ആ പത്രത്തിലെ എല്ലാ അച്ചടികളും ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങളുടെ, മുൻനിര മാധ്യമങ്ങളുടെ സാധനങ്ങളാണ്. ആ സാധനങ്ങളെല്ലാം പേര് വെക്കാതെ, UDFൻ്റെ പേര് വെക്കാതെ അച്ചടിച്ച് വിതരണം ചെയ്ത മണ്ഡലമാണത്. എന്തുകൊണ്ട് അവർക്ക് ആധികാരികമായത് പറയാനായില്ല? മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായിട്ട് കെട്ടിച്ചമച്ച നുണകളാണ് എഴുന്നള്ളിച്ചത്. പറയാൻ പറ്റിയില്ല, പറഞ്ഞാൽ പിടുത്തം വീഴും. കൃത്യമായിട്ട് കോടതി വിധി വരെ വന്നിട്ടുണ്ട്, കെട്ടുകഥകൾ ചമയ്ക്കരുത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇടതുപക്ഷം 9 കൊല്ലമായി ഭരിച്ചിട്ടും ഒരഴിമതിയിലും ഇല്ല എന്ന് ജനങ്ങളുടെ മുമ്പിൽ തെളിയിച്ചിരിക്കുന്നു. രണ്ടാമത്, വികസനത്തിൻ്റെ കാര്യത്തിൽ ഭാവി ചിന്തിക്കുന്നവർക്ക് ഈ കേരളത്തിലെ ഇടതുപക്ഷം അല്ലാതെ വേറെ എന്ത് ഓപ്ഷൻ? ശരി. മൂന്നാമത്തത്, കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ക്ഷേമരാഷ്ട്ര സങ്കല്പമാണ്. കേരളത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഈ സാമ്പത്തിക മേഖലയിലെ വളർച്ച എത്ര കുറവുണ്ടെങ്കിലും ക്ഷേമരാഷ്ട്രമാണ്. അതാണ് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ബേസ്. അതിനെയാണ് ഈ കോൺഗ്രസ് ആക്രമിച്ചത്. പെൻഷനെ ആക്രമിക്കുമ്പോൾ നമ്മുടെ വെൽഫെയർ സംവിധാനത്തെയാണ് ആക്രമിക്കുന്നത്. നിങ്ങൾ 5.5 ലക്ഷം വീട് കൊടുത്തൊരു ഗവൺമെന്റിനോട് ആ ഗവൺമെന്റിനെ എതിർക്കാൻ വേണ്ടി KC വേണുഗോപാൽ പറയുകയാണ്, നിങ്ങൾ മോഹവലയത്തിൽപ്പെടുത്തി. ആരെ മോഹവലയത്തിൽപ്പെടുത്തി? വീട് വെച്ച മനുഷ്യന്മാർ ഇവിടെ ഇല്ലേ? അതുകൊണ്ട് UDFന്റെ ക്യാമ്പയിൻ അടിപൊളി പൊളിഞ്ഞുപോയി. അതെല്ലാം പൊളിഞ്ഞുപോയി, അടിപൊളി തകർന്നുപോയി. അതായത് LDFനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ്, ശ്രീ അനിൽകുമാർ പറഞ്ഞു വരുന്നതാണ്, ഞാൻ കരുതുന്നത് അങ്ങനെയാണ്. അതായത് മറ്റെല്ലാം മാറ്റിവെച്ച് ഒന്നിച്ചു നിൽക്കാമെന്ന് ലീഗും കോൺഗ്രസും തമ്മിൽ നേതാക്കൾക്കിടയിൽ ഒരു ധാരണയുണ്ടായാലും ഉയർന്നു വന്ന വിഷയങ്ങൾ, അതിനെ കോൺഗ്രസ് സമീപിച്ച രീതി, നേതാക്കളുടെ ജനവിരുദ്ധ പ്രസ്താവനകൾ, ഇതൊക്കെ ബാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് LDFൻ്റെ സാധ്യതകൾ അനുകൂലമായി തന്നെ നിൽക്കുന്നു എന്നാണ് പറഞ്ഞു വന്നതിലെ എതിർ ഘടകങ്ങൾ പരിശോധിച്ചാൽ പോലും അനുകൂലമാണ് കാര്യം എന്നാണ് അദ്ദേഹം പറഞ്ഞു വന്നത്.